എക്സാം എഴുതിക്കാന്ന് പറയുമ്പോൾ ആർക്കായി എൻ്റെ മകൻ്റെ ഹോൾ ടിക്കറ്റ് അൽമാറിയിൽ കിടക്കുന്നു, എൻ്റെ മകൻ ഇന്ന് 6 അടി മണ്ണിൽ കിടക്കുന്നു. വീട് സംബന്ധമായിട്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. വീട് അവിടെ നിൽക്കട്ടെ, നമുക്ക് മകന് നീതി കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടി അത്രയും തരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മരണത്തിന് തുല്യമായിട്ടൊരു വേദന ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. എൻ്റെ ഭാര്യയാണെങ്കിലും എൻ്റെ ഉമ്മ മാനസികമായിട്ട് പറ്റ തളർന്നെടുക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ താമരശ്ശേരി സഹബാസിൻ്റെ തറവാട്ട് വീട്ടിലാട്ടോ. ഇവിടെ ആയിരുന്നു സഹബാസ് ഇതുവരെ താമസിച്ചിരുന്നത്. ഇനി നിങ്ങൾക്ക് ഞാൻ സഹബാസിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്ന ഷഹബാസിൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയൊക്കെ വലിയൊരു സ്വപ്നമായിരുന്ന ഷഹബാസ് ഉള്ളപ്പോൾ തന്നെ ഒരു വീട് വേണമെന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ വീടാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. അപ്പോൾ ഞാനതിൽ ഉപ്പ അവിടെ ഉണ്ട്, അല്ലാത്തൊരു വിഷമത്തിലാണ് ആ കുടുംബം. അപ്പോൾ അസ്സലാമു അലൈക്കും. അതായാലും വലിയൊരു വിഷമത്തിലാണ് നിങ്ങൾ. നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ ചോദിച്ച് ബുദ്ധിമുട്ടാക്കല്ല. ഞാൻ ഈ ഒരു സംഭവം നടക്കുന്ന അന്നേ ഇവിടെ വരണമെന്നുണ്ടായിരുന്നു. എനിക്ക് നമ്മളെ തിരക്കിലാണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും സംഗതികളൊക്കെ ഇപ്പോൾ കഴിഞ്ഞു പോയി. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു കേസിൻ്റെ കാര്യങ്ങളൊക്കെ? അപ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ വീട് സംബന്ധമായിട്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. വീട് അവിടെ നിൽക്കട്ടെ, നമുക്ക് മകന് നീതി കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളിലൊക്കെ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഹൈക്കോടതി കൊടുത്ത കേസ് ഇന്ന് ആണ് സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയാണ് കാത്തിക്കുകയാണ്. അതിൽ നമുക്ക് അനുകൂലമായ ഒരു നിലപാട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എക്സാം എഴുതിക്കാന്ന് പറയുമ്പോൾ ആർക്കായി എൻ്റെ മകൻ്റെ ഹോൾ ടിക്കറ്റ് അൽമാറിയിൽ കിടക്കുന്നു, എൻ്റെ മകൻ ഇന്ന് 6 അടി മണ്ണിൽ കിടക്കുന്നു. അപ്പോൾ ഈ ഒരു അനുഭവം മറ്റൊരു രക്ഷിതാവിനും ഉണ്ടാകാൻ പാടില്ല, ഒരു പേരൻസിനും. ഞാൻ അനുഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ ഞാൻ മീഡിയക്കാരോട് പറഞ്ഞാണല്ലോ. അത്രയും തരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മരണത്തിന് തുല്യമായിട്ടൊരു വേദന ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. എൻ്റെ ഭാര്യയാണെങ്കിലും എൻ്റെ ഉമ്മ മാനസികമായിട്ട് പറ്റ തളർന്നെടുക്കുകയാണ്. അപ്പോൾ ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വാഭാവികമായിട്ട് കുറച്ച് അങ്ങനെ ചെയ്തിട്ട് തീർക്കാം, കടവും കാര്യങ്ങളും ഇല്ലാതെ. അതിൻ്റെ അടുക്ക് ചെറിയ ലോൺ ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്തു. അതൊന്നും ഇതിലേക്ക് വരുന്നൊരു വിഷയമല്ല. ഇതിപ്പോൾ അവനക്ക് 3 മാമന്മാരുണ്ട്, പിന്നെ ഞാനുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിഞ്ഞ് ചെയ്യുക. ഇത്ര ആയി, ഇപ്പോൾ വാർത്തിട്ട് കുറച്ചായി. അപ്പം കുറഞ്ഞ ഭാഗം പണി ഉൾഭാഗം തീർത്ത് ഇതിലേക്ക് വരാം. അപ്പോൾ അവൻ്റെ എക്സാം കഴിഞ്ഞോട്ടെ, പിന്നെ ബാക്കിയുള്ള കാര്യം അതൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കാണല്ലോ ഈ ഒരു സംഭവം, ദാരുണമായിട്ടൊരു സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളിലുള്ള ഈ അക്രമവാസന അത് രക്ഷിതാക്കൾ അറിയക്കൊള്ളാണ് നടക്കുന്നത്. രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഇതിൻ്റെ മുന്നേ ഈ ചെയ്ത ക്രിമിനലുകൾ കുട്ടികളുണ്ട്, ഈ 5 ആൾ എന്ന് പറയുന്നത്. അവരെ ഓരോരോ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിയും തോറും നമുക്ക് തന്നെ പേടിയാവുകയാണ്. അവർ നാളെ ഇന്നിപ്പോൾ പോലും 10ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ തലത്തിലേക്ക് എത്തുമ്പോൾ ഇവർ ഇതിലും വലിയ അക്രമങ്ങളിലേക്കാണ് നീങ്ങാൻ പോണത്. അത് കണ്ടില്ല എന്ന് നടിക്കാൻ ഒരിക്കലും പാടില്ല ഒരാളും. അത് വെച്ചാൽ ഇവർ സ്കൂൾ തലത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പം ഇവർ പല സംഭവങ്ങളും നടന്നിട്ട് പോലും സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നോ അത് ചോദ്യം ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. എന്നുവെച്ചാൽ ഇവരെ പേരൻസ്, അച്ഛനമ്മമാർ ചെന്നും കഴിഞ്ഞ് എന്താ പറയുക, എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല, എൻ്റെ കുട്ടീനെ അങ്ങനെ. അപ്പോൾ ഒരു എന്താ പറയുക, ഭീഷണി സ്വരത്തിൽ ഇതിൽ ഒരു പയ്യന്, ക്രിമിനലായ ഒരു പയ്യന് കൊരങ്ങാട് സ്കൂളിൽ നിന്ന് വേറെ അൽഫോൺസ് സ്കൂൾ എന്ന് പറയുന്ന അവിടെ പഠിച്ചിട്ട് അവിടെ ഉള്ള ഒരു പയ്യൻ്റെ നെഞ്ഞിന് ചവിട്ടിയിട്ട് അബോധാവസ്ഥയിലായിപ്പോയി. അവിടുന്ന് TC കൊടുത്ത് പറഞ്ഞയച്ചതാ. അത്രയും വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഇത് മറച്ചു വെച്ച്. പിന്നെ ട്യൂഷൻ സെൻറ്റർ, ഈ ട്യൂഷൻ സെൻറ്ററിലൊക്കെ നടക്കുന്നത് എന്താണ്, അവിടെ ക്യാഷുള്ള കുട്ടികൾക്ക് പഠിക്കാനും അതും ഇതുമായിട്ട് സൗകര്യങ്ങൾ ചെയ്തിട്ട് അവിടുന്ന് എന്ത് സംഭവിച്ചാൽ എന്ത് നടന്നു കഴിഞ്ഞാലും അതിൽ പാവപ്പെട്ട കുട്ടികളും. അപ്പോൾ എന്ത് സംഭവിച്ചാൽ എന്ത് നടന്നു കഴിഞ്ഞാലും ആരും ചോദ്യം ചെയ്യുന്നില്ല. അധികാരികളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ട്യൂഷൻ സെൻറ്ററിൻ്റെ ഭാഗത്തുനിന്ന്. ഇതൊന്നും ഇല്ലാതെ മക്കൾ എന്താ ചെയ്യുന്നത്, മയക്കുമരുന്നായി കഴിഞ്ഞാലും അവരെന്തൊക്കെ ചെയ്യുന്നു അതിനെ ചോദ്യം ചെയ്യുന്നില്ല. പിന്നെ ഈ സമൂഹം എന്ത് ചെയ്യുക, തകരുക. അഥവേ ഓരോ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഈ പറയുന്നവരെ ഒറ്റപ്പെടുത്തി അവരെ ആക്രമിക്കാമെന്ന്. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. എൻ്റെ സാധാരണഗതി നമ്മൾ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് അടി കൂടുന്നുണ്ട്, കൈകൊണ്ട് അങ്ങോട്ടും തച്ച് പിറ്റേന്ന് റെഡിയായി ചെയ്യും. ഇതല്ല ചെയ്യുന്നത്. ഇത് രക്ഷിതാവ് ഉപയോഗിക്കുന്ന, രക്ഷിതാവ് ആ ബാക്ക്ഗ്രൗണ്ടാണ്, കഞ്ചാവും കള്ളും ബ്രൗൺ ഷുഗറും കൊട്ടേഷൻ ടീമിൽ വർക്ക് ചെയ്യുന്നതാണ്. അതേ തന്നെയാണ് മറ്റുള്ള കുട്ടികളിൽ 1-2 വേറെ കുട്ടികളെ അറിയാൻ കഴിയുന്ന ഇത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു അറുതി വരണം. ഒരാൾക്കും ഇനി ഞാനിപ്പം തിരിച്ചാക്രമിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ഞാൻ എൻ്റെ കൈയാക്ക ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ അവസാനിച്ച്, അത് ഈ അധ്യായം അവിടെ. പക്ഷേ നമ്മളെ സമൂഹത്തിനൊരു
പാഠമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് മീഡിയയ്ക്ക് മുന്നിലായി കഴിഞ്ഞാലും ഞാൻ നിരന്തരം വരുന്നത്. ഇനി ഏതറ്റം വരെ പോകാനും നമ്മൾ റെഡിയാണ്. ഇവരെന്ത് കഴിഞ്ഞാലും ഈ സപ്പോർട്ട് ചെയ്ത ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ശരിക്കും എൻ്റെ അഭിപ്രായം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രക്ഷിതാക്കളെ പിടിച്ചിട്ട് ശിക്ഷിക്കുക വേണ്ടത്. കുട്ടികൾക്ക് പിന്നെ കൊടുത്താൽ മതി. ഈ രക്ഷിതാക്കളാണല്ലോ ഇതിന് പ്രേരിപ്പിച്ച് വിടുന്നത്. ഈ ആയുധം കൊടുത്തുന്നു, ഈ അവിടെ നോക്കി നിന്ന് കഴിഞ്ഞ് ചെയ്യിപ്പിക്കുന്നതൊക്കെ ഈ രക്ഷിതാക്കളാണ്. ഇതിലുണ്ട്, സാന്നിധ്യം ഉണ്ട് വരുത്. പക്ഷേ ഇത് നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് പോലീസ് വളരെ നമ്മൾ തൃപ്തികരമാണ്. ഇവിടെ സായു സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം ശ്രമിക്കുന്നുണ്ട്. അത്രയൊക്കെ ചെയ്ത് കഴിയുന്നത് കൊണ്ട് നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് എൻ്റെ മകന് നീതി കിട്ടണം. ഈ നീതിയോടൊപ്പം എന്ത് ചെയ്യണം, എൻ്റെ മകൻ ചെയ്തതിന് ഒരു നന്മ മറ്റുള്ള കുട്ടികൾ കൂടി ഇതിൽ കിട്ടണം, മെസ്സേജ് കൊടുക്കണം. അതായത് അവൻ്റെ കാരണത്താലാണ് ഞാൻ ഇങ്ങനെ നന്നായത് എന്നുള്ളത് ഒന്ന് വരണം. എന്നിട്ട് മറ്റുള്ള അച്ഛനമ്മമാർക്ക് വളരെ എന്ത് ചെയ്യണം, അവൻ മകൻ പോയാലും എന്നും ഞങ്ങളിലൂടെ ജീവിക്കുന്നുണ്ട് എന്നുള്ള ഈ അച്ഛനമ്മമാർക്ക് തോന്നണം. ഈ ഒരു അത് അധികാരികളുടെ ഭാഗത്തു നിന്ന്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞാലും ഈ നമ്മളെ കോടതിപരമായിട്ടുള്ള നീങ്ങാണെങ്കിൽ അത് ഈ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ട്, അതിന് കർശനമായിട്ട് നടപടി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ട് ശിക്ഷിക്കണം. എന്നാൽ ഇതിനി മുന്നോട്ട് തുടരില്ല. ഇനിയും വളർന്നു വരുന്ന മക്കളല്ലേ, ഈ 10ാം വയസ്സിൽ ഒരു 15 വയസ്സ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 16, 17, 18 ആകുമ്പോഴേക്ക് ഓല് ഈ സമൂഹത്തിന് വലിയൊരു കൊലയാളികളായിട്ട് മാറുകയാണ്, ചോദ്യം ചെയ്തിട്ടില്ലെങ്കിൽ. അങ്ങനെ തന്നെ വരുന്നത്. അന്ന് 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇവർ അടികൂടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നല്ലാണ്ട് ഒരു നടപടിയൊന്നും ഇവർക്കില്ല. ഇവർക്ക് പിന്നെ നിയമവശങ്ങൾ അറിയാം, അത്ര ചെയ്താൽ ഇത് ചെയ്താൽ അത്ര കിട്ടും ശിക്ഷ. ഇനിയും നമുക്ക് തുടർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ കുട്ടികളല്ലേ എന്നുള്ളൊരു പരിഗണന മൂലം ഇവർ ഊരിപ്പോരെ ചെയ്യും. അന്ന് തന്നെ ഇവർ അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ കണ്ട് വിഷയം നടന്നിട്ടുണ്ട് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസൊക്കെ നിങ്ങളൊക്കെ കേട്ടാണല്ലോ. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഈ ഒരു വീട് ഷാബാസിൻ്റെ കൂടി ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ അത് ഞങ്ങൾ കൂടുതൽ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉപ്പ കടാക്കിയിട്ട് വീടുണ്ടാക്കണ്ട, എനിക്ക് പഠിക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസയ്ക്ക് ചിലവ് വരുന്നുണ്ട്, കാര്യങ്ങളെല്ലാം കൂടി നടക്കില്ല. പിന്നെ ബാക്കിയുള്ള ആൺകുട്ടികൾ തന്നെ ഉണ്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാവകാശം കുറച്ച് വെച്ച് അവൻ്റെ മാമന്മാരും പറഞ്ഞ എന്താ ആദ്യ ഉൾഭാഗങ്ങളൊക്കെ ഒന്ന് തീർത്ത് അതിലേക്ക് താമസാക്കാം. അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് അതിൻ്റെ അടുക്ക് ചെറിയൊരു കടബാധ്യത വന്നു, അത് ഒക്കെ ഒന്ന് സോൾവ് ചെയ്ത് വന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എന്ത് ചെയ്യുക, ഉൾഭാഗങ്ങൾ ഒന്ന് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ബാക്കി മരങ്ങൾ കുറച്ചുകൂടെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അത് ഈ വീടിൻ്റെ കാര്യം നമ്മളിതിൽ ആലോചിക്കുന്നേ ഇല്ല. നമുക്ക് നമ്മളെ മകൻ ഏറ്റവും വലിയതാണല്ലോ. അതായത് എന്നെയും എൻ്റെ താഴെയുള്ള 3 പേരെയും കൂടി നോക്കേണ്ട മകനാണ്. ഓൻ അങ്ങനത്തെ ഒരാളാണ്, ഒരു പ്രശ്നക്കാരനായിട്ട് പോയിട്ടില്ല. ഓൻ്റെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞാലും മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്ന് ഓനെ പറ്റിയൊരു മോശം അഭിപ്രായം നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ നിരന്തരം അന്വേഷിക്കുന്നുണ്ട്, നമ്മളെ മകൻ്റെ ഭാഗത്തു നിന്നെന്തോ വന്നോ വീഴ്ച വന്നോ. അതായത് ഓനെ നമ്മളങ്ങനെ ലാളിച്ചിട്ടില്ല. ഞാനൊരു ഫാദർ അവൻ്റെ ബാപ്പ എന്ന നിലയ്ക്ക് അവനെ നല്ലോണം കെയർ ചെയ്തിട്ട് തന്നെയാണ് പോയത്. പക്ഷേ ഒരു ലാളനോ അല്ലെങ്കിൽ കൂടുതൽ പൈസ കൊടുത്തോ അവനുള്ള സൗകര്യങ്ങൾ കൂടുതൽ ഒന്നും ഒരുക്കി കൊടുത്തിട്ടില്ല. അവൻ തന്നെ കണ്ടെത്തി, അവൻ തന്നെ പഠിക്കുകയാണ്. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു എന്താ പറയുക ഭയങ്കര ഇതാണ് അവന്. ഇംഗ്ലീഷാണ് അവൻ്റെ ഏറ്റവും വലുത്. അപ്പം ഫോണിൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാലും എന്തെങ്കിലും കിട്ടണമെങ്കിൽ എല്ലാവരും ഓനെ സമീപിക്കുന്നുണ്ട്. അത് ഫോണിൽ എന്തെങ്കിലും ചിലപ്പം ഒന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും കിട്ടണമെങ്കിൽ കാര്യങ്ങളൊക്കെ അവനെ തിരക്കി വരികയും കാര്യങ്ങളും അങ്ങനെ ഒരു ഹെൽപ്പിന് വേണ്ടി പല ആളുകൾ വന്നിട്ടുണ്ട്. ഒരു ചേച്ചി പറഞ്ഞിട്ടില്ലേ, ഒരു ഹെൽപ്പിന് ഒരു ടീച്ചർ നമ്മളൊരു അയൽവാസിയായി നിന്ന ചേച്ചി വന്ന് പറഞ്ഞു, മോനെ എൻ്റെ മൊബൈലിൽ പൈസ ട്രാൻസ്ഫർ ആവുന്നില്ല, അല്ലെങ്കിൽ പിന്നെ ഇത് പിന്നെ വാട്സാപ്പ് പോയി അല്ലെങ്കിൽ മെസ്സേജ് പോകുന്നില്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ പോയിട്ട് കഴിഞ്ഞാൽ ഒരു ഹെൽപ്പ് എന്ന നിലക്ക് ചെയ്തു കൊടുക്കുകയും, അതായത് സമൂഹത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നന്മ മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തി. അതായത് ഒരാളോട് ഒരു അടിപിടിയോ പ്രശ്നങ്ങളോ ഉണ്ടായി, ഇതിപ്പം വാക്കുപേരിൻ്റെ പേരിൽ വെല്ലുവിളിച്ചും കാഞ്ഞ് സാധാരണഗതി കുട്ടികൾ തമ്മിലുള്ള കൈകൊണ്ടുള്ള അടി, അതല്ല. ഇത് വക വരുത്താൻ അവൻ്റെ കണ്ണങ്ങ് പോക്കായൊക്കെ പിന്നീടാണ് ഞങ്ങൾ അറിയാൻ കഴിയുന്നത്. മറ്റുള്ള ആളുകൾ പറഞ്ഞു നമ്മൾ സാധാരണക്കാരായ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നന്ന് ജോലിക്ക് പോണ്, പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോണ്, കുറേ ഗൾഫിലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഈ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ആ ഒരു ഇതുമായിട്ട് പോണ ആൾക്കാർ. പക്ഷേ ഒന്നും നമ്മളെ ഭാഗത്തുണ്ടായിട്ടില്ല. ആ രീതിയിൽ നമ്മളെ കൾച്ചറിലാണല്ലോ മക്കൾ വളരുന്നത്. ഈ ഷഹബാസിന് എപ്പോഴും ഷഹബാസ് ഉള്ള സമയത്ത് ഷഹബാസിന് ഏത് മക്കൾക്കൊന്നും പല ആഗ്രഹങ്ങളുണ്ടാവില്ല. എന്താ ആഗ്രഹമായിരുന്നു ഉപ്പാനോട് ഷഹബാസ് പറയാറുള്ളത്? ഓന് പിന്നെ പഠിക്കണം, പഠിച്ചൊരു പൈലറ്റ് ആവണം, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാവണം. അതാണ് അവൻ്റെ ഏറ്റവും വലിയ. അവൻ്റെ ഇല്ലാത്തത് മറ്റൊരാളെ അറിയിക്കാൻ പാടില്ല. നമ്മളുണ്ടല്ലോ നമ്മളിങ്ങനെ അല്ലടാ നമ്മൾ അങ്ങനെ ചെയ്യണം, അതൊന്നുമല്ല. അവൻ്റെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. മറ്റൊരാളോട് പോയിട്ട് ഇങ്ങനെ നമ്മളില്ല പാവങ്ങളാണ് അങ്ങനെയുള്ള അതൊന്നും തീരെ താല്പര്യമില്ല. അതാണ് ഞാൻ വീടിൻ്റെ കാര്യം പറഞ്ഞത്. വീടിൻ്റെ കാര്യം ആരും ഒന്നും ചെയ്യേണ്ട. അവന് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ആയുസുള്ളത് ഞാൻ എന്ത് ചെയ്യും, ഞാനത് ചെയ്തോളും.
എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഞാൻ പറഞ്ഞു. അല്ലാണ്ട് ഇതിൽ പോന് പഠിക്കണം എന്ന് വലിയൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നീങ്ങുക. 5 വയസ്സായതാണ്, പിന്നെ 1 വയസ്സായതാണ്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഓനില്ലാത്തൊരു സ്ഥലത്തൊക്കെ ഒരു വീട് എന്തിന്? എവിടെയെങ്കിലും അന്തി ഉറങ്ങണം. ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ വാടക വീട് ആയിക്കഴിഞ്ഞാൽ ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഇവരെ താമസം തന്നെ ഉറങ്ങാനും പിന്നെ നമ്മളെ സൗകര്യങ്ങൾ. അപ്പം വലിയൊരു ആർഭാട ജീവിതം അതൊന്നും നമുക്കിനി താല്പര്യമല്ല. നമ്മൾ വീട് തന്നെ വേണം എന്ന് നിർബന്ധം വെച്ചാൽ നമ്മൾ മനസ്സാകെ ഉടഞ്ഞു. ഇനി ഓളം മൈൻഡ് ചെയ്ത രീതിയിൽ എങ്ങനെ ആവുമെന്നൊന്നും പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മീഡിയക്കാർ വന്ന സമയത്ത് ഞമ്മക്കില്ലെങ്കിലും സമൂഹത്തിലേക്ക് എന്തെങ്കിലും ഒരു നന്മ വരണം. നിയമപരമായിട്ട് കിട്ടാവുന്ന ശിക്ഷ കൊടുത്ത് മാതൃകാപരമായി ഒരു ശിക്ഷിക്കുകയാണെങ്കിൽ വരുന്ന തലമുറക്ക് ഞാനിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നാളെ വരാനുള്ള ഈ ഒരു അനുഭവമാണല്ലോ. അപ്പോൾ ഓരോ രക്ഷിതാവ് എന്ത് ചിന്തിക്കുക, ഓനെ അന്ന് അത് ചെയ്തത് കൊണ്ട്, അതായത് ഓനെ അങ്ങനെ സംഭവിച്ചുകൊണ്ട് സമൂഹം ഒന്ന് നന്നായി എന്നൊരു വാക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് എത്ര മക്കളാകല്ലത്? 4 പേരായിരുന്നു. ഇളയത് 7 വയസ്സായിട്ടേ ഉള്ളൂ. 2ാം ക്ലാസ് പഠിക്കുന്നു. എൻ്റെ 3ാമത്തെ ആള് UKGയിലാണ്. 5 വയസ്സായിട്ടേ ഉള്ളൂ. എന്ത് ജോലിക്കപ്പോൾ പോകാറുള്ളത്? ഞാൻ പെയിൻറ്റിങ് ചെയ്യാം. കുറേ ഗൾഫിലായിരുന്നു. അത് വന്നതിന് ശേഷം ഞാൻ പെയിൻറ്റിങ്ങുമായിട്ട് അങ്ങനെ ഉള്ള പണി അതിനനുസരിച്ചിട്ട് പോകണം. അതിൻ്റെ ഇടയ്ക്ക് ഇവരെ ഇതാക്കിയിട്ടാണ് പോണത്. അല്ലാണ്ട് ജോലി എന്നുള്ള കണ്ടീഷനിലൊന്നുമില്ല. ഇവരെ സ്കൂൾ കൊണ്ടുപോകണം, വിടുന്നു. അതിനുള്ള സൗകര്യത്തിനനുസരിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എന്തായാലും നിങ്ങളെ ഈ ഒരു വലിയ വിഷമത്തിൽ നമ്മളും പങ്കാളിയാവുകയാണ്. കാരണം വെച്ചാൽ എന്തായാലും പഠിച്ച നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാവാൻ മുന്നോട്ട് പോകാനുള്ളൊരു തോഫീക്ക് നൽകട്ടെ. കാരണം വെച്ചാൽ ഒരുപാട് പ്രയാസങ്ങൾ ഇതിൻ്റെ പേരിലുണ്ട്. സ്വന്തം ഒരു മകനെ നഷ്ടപ്പെട്ടു, അതിലുപരി അവൻ്റെ കുറേ ആഗ്രഹങ്ങൾ. ഞാൻ നേരത്തെ ഈ വീടിൻ്റെ കാര്യം പറഞ്ഞ പോലെ അവൻ്റെയും കൂടി ഒരു ആഗ്രഹമായിരുന്നു ഒരു വീട്, അല്ലേ? അതൊന്നും അവൻ കാണാൻ കഴിഞ്ഞില്ല. ആ ഒരു വിഷമമുണ്ട്. എന്തായാലും ഇക്കാൻ്റെ ഒരു വാക്ക് അത് സമൂഹത്തിന് വലിയൊരു സപ്പോർട്ടാണ്. കാരണം വെച്ചാൽ ഇക്ക പറഞ്ഞത് ആര് എപ്പോൾ വന്നാലും ഞാനത് സോഷ്യൽ മീഡിയയിൽ പറയാൻ തയ്യാറാണ്. കാരണം വെച്ചാൽ എൻ്റെ മോന് ഉള്ളൊരവസ്ഥ വേറാക്ക് വരരുതെന്ന് പറഞ്ഞാൽ മെസ്സേജ് അത് വലിയൊരു സംഭവമാണ്. എന്തായാലും നമ്മളെ കാര്യങ്ങൾ നല്ല രീതിയിലാവട്ടെ എന്ന് നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ഓക്കെ. അസ്സലാം.